പ്രണയാഗ്നി ആൻഡ് എറ്റേണൽ ലവ് ലാസ്റ്റ് പാർട്ട്. മഹിയേട്ടാ, ഇത് നീങ്ങി നിൽക്ക്, എനിക്ക് ഒരുങ്ങാൻ സമയമില്ലെന്നേ. ഇനിയും വൈകിയാലും നമ്മൾ അങ്ങോട്ട് എത്താൻ ഒരുപാട് വൈകി പോകും. അകറ്റി മാറ്റിയിട്ടും തന്നിലേക്ക് ചേർന്ന് തന്നെ വരുന്നവൻ്റെ നെഞ്ചിൽ പിടിച്ച് അവളൊന്ന് തള്ളി. നീ എന്നെ ഒന്ന് റൊമാൻറ്റിക് ആവാൻ സമ്മതിക്കേണ്ട ദുർഗയെ. അവൻ അവളുടെ കവിളിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ട് പറഞ്ഞു. കൂടുതൽ റൊമാൻസ് കളിക്കാൻ വരണ്ട. അവൾ അവനിൽ നിന്ന് വഴുതി മാറി. ഇനി ആരെങ്കിലും ചോദിക്കട്ടെ, ഞാൻ പറയും നീ കാരണമാണെന്ന്. അലമാരയിൽ നിന്ന് കുളിച്ചു മാറാനുള്ള ഡ്രസ്സൊക്കെ എടുക്കുമ്പോഴാണ് അവൻ പിറുപിറുക്കുന്നത് അവൾ കേൾക്കുന്നത്. എന്തു പറയാൻ? അവൾ സംശയത്തോടെ ചോദിച്ചു. എന്തായാലും ഇന്ന് അവിടെ പോകുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കും വിശേഷമൊന്നും ആയില്ലേന്ന്. അപ്പം ഞാൻ പറയും നീ സമ്മതിക്കാത്തത് കൊണ്ടാണ് വിശേഷമൊന്നും ഇല്ലാത്തത്, നീ എന്നെ അടുപ്പിക്കാറില്ലെന്നൊക്കെ പറയും. അവൻ മുഖം കൂർപ്പിച്ച് വെച്ചുകൊണ്ട് വീരവാദം പറയും പോലെ പറഞ്ഞു. പറഞ്ഞോ, എന്നാലും എനിക്കൊരു കുഴപ്പവും ഇല്ല. അവളും അവനെ തിരികെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. മഹി അവളെ നോക്കി മുഖം കോട്ടി കാണിച്ചു. എങ്കിലും അവളിൽ നിന്ന് അകന്നു മാറാൻ കഴിയാത്തതുപോലെ അവൻ വീണ്ടും അവളെ മുട്ടിയൊരുമി നിന്നു. അയ്യോ, ഇങ്ങനെ നിഷ്കളങ്കതാഭാവം ഇടല്ലേ. രാത്രി ഈ നിഷ്കളങ്കം കാണിക്കുന്ന പരാക്രമമൊക്കെ ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. സ്നേഹം കൊണ്ടല്ലേ? അവൻ അവളുടെ മുടിച്ചുരുളുകളിലേക്ക് മുഖമൊന്ന് അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് കുണുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ അവനിൽ നിന്ന് വഴുതി മാറി. വൈകാതെ അവൾ കുളിക്കാൻ കയറിയതും അവനും റെഡിയാവാനായി മറ്റൊരു മുറിയിൽ പോയി കുളിക്കാനൊരുങ്ങി. 4 വർഷങ്ങൾക്കിപ്പുറവും മഹിയുടെയും ദുർഗയുടെയും പ്രണയത്തിന് യാതൊരു മാറ്റവുമില്ല. അതിപ്പോഴും പുതുമയുള്ളത് തന്നെയാണ്. തമ്മിലുള്ള സ്നേഹത്തിന്റെ അളവ് കൂടിയതല്ലാതെ ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഇന്നിത്ര തിരക്കിട്ട് രണ്ടുപേരും യാത്രയാകുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. വിവാഹം കഴിഞ്ഞ് 6 വർഷമായിട്ടും കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ എവിടെ പോയാലും ഒരാളെങ്കിലും വിശേഷമായില്ലേ എന്ന് ചോദിക്കാറുണ്ട്. രണ്ടുപേരും ഇപ്പൊ കുട്ടികൾ വേണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, വേണ്ടെന്നും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ രണ്ടുപേരെയും ബാധിക്കാറില്ല. എങ്കിലും മഹി ഇടയ്ക്ക് ഇതുപോലെ അവളെ കളിയാക്കാൻ ഓരോന്ന് പറയും. ഞാൻ പെണ്ണിന്റെ വീട്ടിലേക്കാണേ. കാറിൽ പോകുമ്പോൾ മഹി പറഞ്ഞു. ഞാൻ ചെക്കൻ്റെ വീട്ടിലേക്കാണ്. ദുർഗയും പറഞ്ഞു. എതിർപ്പൊന്നും കൂടാതെ ദേവിനെ അവിടെ ഇറക്കി കൊടുത്ത് മഹി നേരെ മണവാട്ടിയുടെ വീട്ടിലേക്ക് തിരിച്ചു. എടാ, ദാ ദേവുമോള് വന്നിട്ടുണ്ട്. മുറ്റത്ത് നിൽക്കുകയായിരുന്ന ഗോകുലിന്റെ അച്ഛൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. പകുതി ഒരുങ്ങിയിരിക്കുകയാണെങ്കിലും അത് കേട്ടതും അവൻ പുറത്തേക്ക് വന്ന് എത്തി നോക്കി. പോയി വേഗത്തിൽ ഒരുങ്ങു ഗോകുലേട്ടാ. അവന്റെ കോലം കണ്ടതും ദേവു ചിരിയോടെ പറഞ്ഞു. അധികം താമസിക്കാൻ നിൽക്കാതെ അവർ ഒരുങ്ങിയിറങ്ങി. ദേവേട്ടൻ വന്നില്ലേ ദേവൂട്ടി? മഹിയേട്ടൻ മണവാട്ടിയുടെ വീട്ടിലേക്ക് പോയി. പ്രാർത്ഥിച്ച് ദക്ഷിണയൊക്കെ കൊടുത്തതിന് ശേഷം അവരിറങ്ങി. അമ്പലത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ ഉള്ളിൽ പേരറിയാൻ കഴിയാത്തൊരു സന്തോഷമായിരുന്നു. ഇവരെന്താ വരാത്തത് ദേവൂട്ടി? ഇറങ്ങിയെന്ന് പറഞ്ഞു, ഇപ്പോൾ എത്തും. അത് കേട്ടിട്ടും ഗോകുൽ അക്ഷമനായി വഴിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞതും ഒരു കാർ അമ്പലത്തിന് മുന്നിൽ വന്ന് നിന്നു. അവന്റെ കണ്ണുകൾ ആർത്തിയോടെ പിൻസീറ്റിലേക്ക് പോയി. സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അതിമനോഹരമായി ഒരുങ്ങി വന്നിരിക്കുന്നവളെ അവൻ കണ്ണെടുക്കാതെ നോക്കി. സോന? ദേവു അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. സോന അവളെ നോക്കി പരിഭവിച്ചു. നീ എൻ്റെ വീട്ടിലേക്ക് വന്നില്ലല്ലോ. മഹിയേട്ടൻ വന്നല്ലോ, അപ്പോൾ പിന്നെ ഗോകുലേട്ടൻ്റെ കൂടെ ഞാൻ വേണ്ടേ? പുഞ്ചിരിയോടെ ദേവു ചോദിച്ചതും സോനയും അതിന് ചിരിച്ചു. ഇനിയിപ്പോൾ മഹി തൻ്റെ വീട്ടിലേക്ക് വന്നില്ലെങ്കിലും ദേവു ഗോകുലിൻ്റെ അടുത്തേക്കേ പോവുകയുള്ളൂ. അത് മറ്റാരേക്കാൾ നന്നായിട്ട് സോനയ്ക്കറിയാം. ഗോകുലിൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടത്തിന് തിരികെ അവളും പ്രണയത്തിൽ ചാലിച്ചൊരു പുഞ്ചിരി മറുപടി നൽകി. ചെറിയ രീതിയിൽ അമ്പലത്തിലൊരു താലികെട്ട്, അതിനുശേഷം ഓഡിറ്റോറിയത്തിൽ ലളിതമായൊരു പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിവാഹമായിരുന്നു രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നത്. അമ്പലത്തിലെ താലികെട്ടിന് ശേഷം നേരെ ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ചു. കോളേജിന്റെ പഠനം കഴിഞ്ഞതിന് ശേഷവും ഗോകുലിന്റെ മനസ്സിൽ സോന തന്നെയായിരുന്നു. പക്ഷേ അവൾക്ക് തിരിച്ച് അങ്ങനെ ഒരു പ്രണയമില്ലെന്ന് പറഞ്ഞെങ്കിലും മനസ്സിൽ എവിടെയോ ഒരു ഇഷ്ടം അവനോട് തിരികെ തോന്നി തുടങ്ങിയിരുന്നു. ഡിഗ്രിക്ക് ശേഷം ദേവുവും സോനയും MBA പഠിക്കാനായി ചേർന്നിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് സോനയുടെ ഉള്ളിൽ ഗോകുൽ ഉണ്ടെന്ന കാര്യം ദേവു തിരിച്ചറിഞ്ഞത്. അക്കാര്യം ഗോകുലിനോട് പറഞ്ഞപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. MBA പഠനത്തിന് ശേഷം അവളുടെ വീട്ടിൽ പോയി ആലോചിക്കാം എന്നായിരുന്നു അവന്റെ തീരുമാനം. പക്ഷെ അതിൻ്റെ ഇടയിൽ അവിചാരിതമായി സോനയുടെ അപ്പൻ മരിച്ചുപോയി. അത് അവൾക്കൊരു വല്ലാത്ത ഷോക്കായിരുന്നു. അതിൽ നിന്ന് അവളെ തിരികെ കൊണ്ടുവരാനും സാധാരണ പോലെയാക്കാനും ദേവുവും ഗോകുലും ഒരുപോലെ ശ്രമിച്ചു. ആ സമയത്ത് എപ്പോഴോ അതിര് കവിഞ്ഞ് അവളുടെ പ്രണയം അവൾ അവനോട് പ്രകടിപ്പിച്ചു പോയിരുന്നു. അവളുടെ MBA പഠനം കഴിഞ്ഞതും ഗോകുല് തന്നെ മുന്നിട്ടിറങ്ങി അവളുടെ അമ്മയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ആദ്യം അല്പം എതിർപ്പായിരുന്നുവെങ്കിലും മകളുടെ താല്പര്യത്തിന് അവരും വില കൊടുത്തു. അധികം നിർബന്ധിക്കേണ്ടി വരാതെ തന്നെ അവർ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. അതൊരിക്കലും പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഗോകുലിനും ദേവുവിനും സോനയ്ക്കും ഒക്കെ അത് ശരിക്കും വലിയൊരു സന്തോഷമായിരുന്നു നൽകി. അങ്ങനെ ഗോകുലിന്റെ വർഷങ്ങളായുള്ള പ്രണയത്തിന് ഇന്ന് സാക്ഷാത്കാരമാവുകയാണ്. അവന്റെ പ്രണയത്തോടെയുള്ള താലി അവളുടെ കഴുത്തിൽ വീണിരിക്കുന്നു. ഓഡിറ്റോറിയത്തിലേക്ക് പോയപ്പോൾ തന്നെ സെറ്റ് സാരി മാറ്റി സെക്കൻഡ് സാരി ഉടുത്തിരുന്നു. അതിനൊക്കെ അവളെ സഹായിച്ചു നിന്നത് ദേവു തന്നെയായിരുന്നു. അതിനിടയിൽ ആരതിയും ആൽബിൻ സാറും കൂടി വന്നിരുന്നു. ആരതിയുടെ പ്രണയം ആൽബിൻ സാർ അംഗീകരിച്ചതിന് ശേഷം ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും വിവാഹം കഴിച്ചിരുന്നു.
രണ്ട് വീട്ടുകാർക്കും ജാതിയും മതവും ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ട് തന്നെ യാതൊരു എതിർപ്പും ഇല്ലാതെ ആ ഒരു വിവാഹം നടന്നു. ഇപ്പോൾ രണ്ടുപേർക്കും ഒരു കുട്ടിയുണ്ട്, ഒരു കുഞ്ഞു കുട്ടിക്കുറുമ്പി, ആദ്വിക എന്ന ആദുമോൾ. അതുകൊണ്ട് തന്നെ അവളെ നോക്കാനുള്ളത് കൊണ്ട് ആരതി ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല. ആൽബിൻ സാർ പഴയതുപോലെ തന്നെ അതേ കോളേജിൽ വർക്ക് ചെയ്യുന്നു. ആരതിയുടെ അമ്മയും ഇപ്പോൾ ആൽബിൻ സാറിന്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ആരതി വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴും ദേവു കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ആ സമയം ദേവു ആദുമോളെ കളിപ്പിച്ചിരുന്നു. അവളോട് ഭക്ഷണം കഴിക്കാൻ പല ആവർത്തി മഹി പറഞ്ഞുവെങ്കിലും അവനും കൂടി വന്നിട്ട് ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പച്ചി വന്ന് കഴിക്കാൻ പറഞ്ഞിട്ടും അവൾക്ക് വേണ്ടെന്ന് തന്നെ പറഞ്ഞു. മഹിയാണെങ്കിൽ സദ്യ വിളമ്പുന്നതിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിലുള്ള തിരക്കിലാണ്. എന്തായാലും ഇനി അവസാനത്തെ പന്തിയിലെ അവൻ ഇരിക്കുകയുള്ളൂ എന്നുറപ്പാണ്. അങ്ങനെ അവസാനത്തെ പന്തിയാകുന്നത് വരെ മഹിയുടെ ഒപ്പം കഴിക്കാനായി ദേവുവും കാത്തിരുന്നു. അവരുടെ കൂടെ തന്നെയാണ് സോനയും ഗോകുലും എല്ലാം ഭക്ഷണം കഴിക്കാനിരുന്നത്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് പായസം കുടിക്കാനായി. വളരെ കുറച്ച് ചോറ് മാത്രമാണ് ദേവു കഴിച്ചത്. അതുതന്നെ മഹിയുടെ നിർബന്ധത്തിന് വേണ്ടി വഴങ്ങിയാണ് ഉള്ളിലേക്ക് ചെന്നിരിക്കുന്നത്. പായസം ഇലയിൽ വേണ്ടെന്ന് പറഞ്ഞ് അവൾ ഗ്ലാസ്സിൽ വാങ്ങി. പക്ഷെ പായസം ചുണ്ടോട് അടുപ്പിച്ചപ്പോഴേക്കും വയറിൽ നിന്ന് എന്തോ കലങ്ങി മറിഞ്ഞ് മുകളിലേക്ക് വരുന്നതായിട്ട് അവൾക്ക് തോന്നി. അത് പുറത്തേക്കെടുക്കും മുന്നേ ദേവു വായ പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ടതും കഴിച്ചിരുന്ന ഭക്ഷണം അവിടെ ഉപേക്ഷിച്ച് മഹിയും അവളുടെ പുറകെ ഓടി. കഴിച്ച ഭക്ഷണം മുഴുവനും അവൾ വാഷ് ബേസിനിലേക്ക് ഛർദ്ദിച്ച് കളഞ്ഞിരുന്നു. മഹി ഓടി വന്ന് അവളുടെ പുറത്ത് തടവി കൊടുത്തു. രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, അതിൻ്റെ ആവും, ഗ്യാസ് കയറി കാണും. കഴിക്കെന്ന് ഞാനൊരു 100 തവണ പറഞ്ഞതല്ലേ. അവളുടെ പുറത്ത് തടവി കൊടുക്കുന്നതിനിടയിൽ അവൻ പറയുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല മഹിയേട്ടാ, ശരീരം ആകെ കുഴഞ്ഞു പോകുന്നത് പോലെ. അത് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയതും അവളുടെ ഭാരം നഷ്ടപ്പെട്ട് അവൻ്റെ ദേഹത്തു കൂടെ അവൾ ഊർന്ന് നിലത്തേക്ക് പോകാൻ ഒരുങ്ങിയിരുന്നു. ദുർഗെ! പക്ഷെ താഴേക്ക് വീഴുന്നതിന് മുന്നേ തന്നെ അവൻ്റെ കരങ്ങൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് സോനയും ഗോകുലും എല്ലാം അങ്ങോട്ടെത്തിയത്. ദേവു ഓടിപ്പോകുന്നത് കണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് നിർത്തി അങ്ങോട്ടെത്തിയിരുന്നു. അവളെ എടുത്തുയർത്തി ആരെയും നോക്കാതെ അവൻ നേരെ കാറിനരികിലേക്ക് ഓടുകയായിരുന്നു. ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിലെ സ്ട്രെച്ചറിൽ അവളെ കിടത്തുമ്പോൾ അവൻ്റെ കൈയും കാലും തളർന്നു പോകാൻ തുടങ്ങിയിരുന്നു. പേടിയോ ഭയമോ അങ്ങനെ എന്തെല്ലാമോ അവൻ്റെ ഉള്ളിൽ കടന്നുകൂടി. ദേവദുർഗയുടെ കൂടെയുള്ളതാരാണ്? മഹി വേഗം അങ്ങോട്ട് ഓടിച്ചെന്നു. ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ കൈയും കാലും തളർന്നു പോകാൻ തുടങ്ങിയിരുന്നു. ദേവദുർഗയുടെ ഹസ്ബൻഡാണല്ലേ? ഡോക്ടർ ചോദിച്ചതിന് അവൻ തലയാട്ടുക മാത്രമാണ് ചെയ്തത്. ഡോക്ടർ, അവൾക്കെന്തെങ്കിലും? ഹേയ്, താനിങ്ങനെ പേടിക്കാനും മാത്രമൊന്നും ഇല്ലടോ. തൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം കേട്ടതുകൊണ്ട് തന്നെ മഹിയുടെ കണ്ണുകൾ ഒരുപാടങ്ങ് വിടർന്നു പോയിരുന്നു. എനിവേ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഡോക്ടർ പറഞ്ഞതിന് ഏതോ സ്വപ്നലോകത്തെന്നതുപോലെ യാന്ത്രികമായി അവൻ തിരികെ ഉത്തരം പറഞ്ഞു. പരിശോധനകൾക്കെല്ലാം ശേഷം അവളെ ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു അവൻ്റെ ഉള്ളിൽ. ഫോണിലേക്ക് അപ്പച്ചിയും ഗോകുലും എല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട്. എങ്കിലും അവന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നില്ലായിരുന്നു. അവളെ ഒന്ന് കാണണമെന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിലാകെ നിറഞ്ഞു നിന്നത്. അവളുമായി കാറിലേക്ക് കയറുന്നത് വരെ അവനൊന്നും അവളോട് സംസാരിച്ചില്ല. കാറിലേക്ക് കയറിയതും അവൻ അവളെ ഇറുകെ പുണർന്നിരുന്നു. അവളുടെ മുഖം ആകെ അവൻ ചുണ്ടമർത്തി. അടുത്ത നിമിഷം തന്നെ അവളുടെ അധരങ്ങളും അവൻ സ്വന്തമാക്കിയിരുന്നു. താങ്ക് യു. വീണ്ടും അവൻ അവളുടെ ചുണ്ടുകളിൽ ഒന്ന് ചുംബിച്ചു മാറി. നാണത്തോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. വീട്ടിലേക്ക് പോയി എല്ലാവരെയും ഈ ഒരു കാര്യം അറിയിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇരട്ടി സന്തോഷം പോലെയായിരുന്നു. അപ്പച്ചിക്കായിരുന്നു ഏറ്റവും സന്തോഷം തോന്നിയത്. കാരണം ദേവുവിനോടും മഹിയോടും പറഞ്ഞില്ലെങ്കിലും അവരുടെ ഒരു കുഞ്ഞിനെ കാണണമെന്നുള്ളത് അപ്പച്ചിയുടെ ആഗ്രഹം തന്നെയായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം അവരുടെ തീരുമാനമാണല്ലോ എന്ന് കരുതി ഇതുവരെ അത് പ്രകടിപ്പിച്ചില്ല. പക്ഷെ അപ്പച്ചിയുടെ വിശേഷം അറിഞ്ഞപ്പോഴുള്ള സന്തോഷം കണ്ടപ്പോൾ രണ്ടുപേർക്കും അത് മനസ്സിലാവുക തന്നെ ചെയ്തു. സ്നേഹത്തോടെ ദേവുവിനെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ടായിരുന്നു അപ്പച്ചി അവരുടെ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ അറിയുകയായിരുന്നു മഹിയുടെയും അപ്പച്ചിയുടെയും സ്നേഹവും കെയറിങ്ങും ഒക്കെ. 10 മാസങ്ങൾക്ക് ശേഷം മഹിയെപ്പോലെ ഒരു ചെറിയ കുട്ടിക്കുറുമ്പനെയാണ് അവർക്ക് സ്വന്തമായത്. ധ്രുവൽ മഹാദേവ് എന്നാണ് പേരിട്ടത്. പ്രസവം കഴിഞ്ഞതിന് ശേഷം 3 മാസം കഴിഞ്ഞാണ് ദേവു മുകളിലെ മുറിയിലേക്ക് താമസം മാറിയത്. അതുവരെ താഴെയുള്ള മുറിയിലായിരുന്നു. രാത്രി കിടക്കാൻ സമയം മഹി നേരത്തെ തന്നെ കുഞ്ഞുമായി മുകളിലേക്ക് വന്നിരുന്നു. കുഞ്ഞു ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അവനെ ബെഡിലേക്ക് കിടത്തി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരുമിച്ച് ആ മുറിയിൽ ഇങ്ങനെ. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം തന്നെ താഴത്തെ മുറിയിലേക്ക് താമസം മാറിയിരുന്നു. അങ്ങനെ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചതിന് ശേഷമാണ് ദേവു മുകളിലേക്ക് കയറിയത്. വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ മഹി തല ചെരിച്ച് അവളെ ഒന്ന് നോക്കി. അവൻ കുഞ്ഞിൻ്റെ അരിയിലായി കട്ടിലിൽ കിടക്കുകയാണ്. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ അവളുടെ കവിളിലെ ചുവപ്പ് രാശി ഒന്ന് കൂടി. എങ്കിലും അവനെ നോക്കാതെ അവൾ ബാത്റൂമിലേക്ക് കയറിയിരുന്നു. തിരികെ ഇറങ്ങിയപ്പോഴും അവൾ അവനെ നോക്കാൻ പോയില്ല. കട്ടിലിലെ എതിർവശത്തേക്ക് വന്ന് കിടക്കാനൊരുങ്ങുമ്പോഴാണ് അവൻ്റെ ശബ്ദം. ദുർഗെ! പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അവൾ കട്ടിലിലിരുന്ന് അവൻ്റെ നേരെ നോക്കി. ഇത്രയും നാണത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ?
നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. അവൻ അവളെ കളിയാക്കും പോലെയാണ് പറഞ്ഞത്. അവളുടെ കൂർത്ത മുഖം കണ്ടതും അവൻ കട്ടിലിന് അനക്കം വരാത്ത രീതിയിൽ അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു. അവളുടെ അടുത്തേക്ക് എത്തിയതും കുഞ്ഞ് വലിയ വായിൽ കരഞ്ഞു തുടങ്ങി. ദേവ് കുഞ്ഞിനെയും മഹിയെയും മാറി മാറി നോക്കി. മഹി കുഞ്ഞിനെ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. കുഞ്ഞിനെ അവൾ വാങ്ങിച്ച് മാറോട് ചേർത്തതും കുട്ടിക്കുറുമ്പൻ കരച്ചിൽ നിർത്തിക്കൊണ്ട് അമ്മയുടെ അമൃത് നുകർന്നു. വല്ലാത്തൊരു നിർവൃതിയോടെ അവൻ ആ ചിത്രം തൻ്റെ മനസ്സിലേക്ക് പകർത്തി. തുടരില്ല. സോ ഗൈസ്, ദാറ്റ്സ് ദ എൻഡ് ഓഫ് അവർ സ്റ്റോറി. ഇനി അങ്ങോട്ട് പ്രണയാഗ്നിയുടെ പുതിയ പാർട്ട് നാളെ ഇടാനില്ല. മഹാദേവനും ദേവദുർഗയ്ക്കും ഇവിടെ വെച്ച് കർട്ടൻ വീഴുവാണ്. ആൻഡ് എനിക്ക് ഈ സ്റ്റോറിനെ കുറിച്ച് പറയാനുള്ള 2 കാര്യങ്ങളുണ്ട്. ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഇതെൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ക്ലച്ച് പിടിച്ചൊരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ സ്റ്റോറിക്ക് ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഞാനത് അനലൈസ് ചെയ്തപ്പോൾ എനിക്കത് കറക്റ്റാണെന്ന് തോന്നിയിട്ടുമുണ്ട്. കാരണം ഈ സ്റ്റോറി റെക്കോർഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ ഇത് റീഡ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എന്താണ് ഞാനിത് ഇങ്ങനെ എഴുതിയേക്കണതെന്നുള്ളത്. കാരണം ഇപ്പോൾ ഞാൻ എഴുതുന്ന സ്റ്റോറീസിനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഫാർ അവേ ഫ്രം ദ ലെവൽ ദാറ്റ് ഐ ഹാഡ് നൗ. ഇപ്പോൾ ഉള്ളതിനേലും ഒരുപാട് ദൂരത്ത് നിൽക്കുന്ന ഒരു സ്റ്റോറിയാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്സ്, ഒരുപാട് എറേഴ്സ്, ആവശ്യമില്ലാത്ത കുറേ കണ്ടൻസ് ഒക്കെ കയറ്റിയത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാനുണ്ടാവാം. പക്ഷേ ഞാൻ സ്റ്റോറി അങ്ങനെ റീഡ് ചെയ്യണ ഒരാളല്ല. ഞാൻ എഴുതി കഴിഞ്ഞ സ്റ്റോറി രണ്ടാമതിരുന്ന് വായിച്ച് നോക്കാറില്ല. യൂഷ്വലി ഞാൻ അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ചെയ്ത് രണ്ടാമത് റീഡ് ചെയ്യണത് കുറവാണ്. അതുകൊണ്ട് എനിക്കത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആൻഡ് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനതൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ആൻഡ് റീഡ് ചെയ്യുമ്പോൾ ഞാനത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി കുറേ എറേഴ്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങളോട് ഒരു വലിയ താങ്ക് യു പറയുവാണ്. കാരണം എൻ്റെ മിസ്റ്റേക്സ് എനിക്ക് കാണിച്ചു തന്നതിന് ഒരു താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ നാളെ മുതൽ നമ്മൾ പുതിയ സ്റ്റോറി തുടങ്ങുവാണ്. വൈശാലി എന്നാണ് സ്റ്റോറിയുടെ പേര്. എൻ്റെ ഫേവറേറ്റ് സ്റ്റോറിയാണ്. ഞാൻ ഇന്ന് വരെ എഴുതിയതിൽ എൻ്റെ ഫേവറേറ്റ് സ്റ്റോറിയാണ് വൈശാലി. അപ്പോൾ നാളെ മുതൽ നമ്മൾ വൈശാലി സ്റ്റാർട്ട് ചെയ്യുവാണ്. ചെറിയ സ്റ്റോറിയാണ്, ബേസിക്കലി ഒരു ഫീൽ ഗുഡ് സ്റ്റോറി എന്നൊക്കെ നമുക്ക് പറയാം. വലിയ സസ്പെൻസ് ഒന്നുമില്ല. നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ഒരു ഫ്ലോയിൽ അങ്ങ് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു സ്റ്റോറി. വലിയ റൊമാൻറ്റിക് സ്റ്റോറിയും അല്ല, എന്നാൽ വലിയ ഒരു സസ്പെൻസ് അങ്ങനെ ഒന്നുമുള്ള സ്റ്റോറിയല്ല. നല്ലൊരു കാം ആൻഡ് ഫീൽ ഗുഡായിട്ട് നമുക്കൊരു ഒഴുക്കം മട്ടിൽ അങ്ങനെ പോകണ ഒരു സ്റ്റോറി, ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു സ്റ്റോറി. ആൻഡ് ഓൾസോ നാളെ മുതൽ നമ്മൾ പുതിയ പാർട്സ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ പുതിയ പുതിയ സ്റ്റോറീസിൻ്റെ നോട്ടിഫിക്കേഷൻസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ വൺ തിങ് ഈസ് ദാറ്റ് ഈ സ്റ്റോറി ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഈ പാർട്ടിലും കൂടെ നിങ്ങൾക്ക് പ്രണയാഗ്നി എന്ന് പറഞ്ഞ സ്റ്റോറിക്ക് കമൻറ്റ് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഇടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സ്റ്റോറിനെ കുറിച്ച് തോന്നിയത് അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തുറന്നു പറയാവുന്നതാണ്. ഐ വിൽ റിപ്ലൈ ടു യു എവ്രി വൺ. കാരണം ഇത്രയും നാളുണ്ടായതിൽ ഞാൻ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാണ്ട് പോയിട്ടുണ്ട്. മനഃപൂർവ്വമല്ല, ഐ ഹാവ് സീൻ ഓൾ ദ കമൻറ്റ്സ്. പക്ഷേ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്താൽ ലൈക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്ത് പോകാറുണ്ട്. ദാറ്റ്സ് ഈസി ടു ഡു. സോ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പോലെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പാർട്ടിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് എ സെൻറ്റൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ പറയുക. അപ്പോൾ എനിക്കത് ഈസിലി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ അത്രയൊക്കെ പറയാനുള്ളൂ. ഐ തിങ്ക് ഞാൻ കുറച്ചധികം സംസാരിച്ചെന്ന് തോന്നുന്നുണ്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇവിടെ വെച്ച് തീരുകയാണ്. നാളെ പുതിയ സ്റ്റോറി ആയിട്ട് വരാം. അതുവരേക്കും ബൈ.